ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. വസുന്ധര ഐശ്വര്യയുടെ ദേഷ്യത്തോട് പറയുകയാണ്, ഇനി അടുത്തത് ആർക്ക് വിഷം കൊടുക്കാം എന്ന് ആലോചിക്കുകയായിരിക്കും അല്ലേ? അതേസമയം ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, അടുത്തത് മിക്കവാറും നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. എനിക്ക് നിന്റെ ദുർമുഖം കാണുന്നതേ വെറുപ്പാ. മര്യാദയ്ക്ക് അകത്തേക്ക് കയറി പൊക്കോണം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഐശ്വര്യയ്ക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ് വസുന്ധര. തുടർന്ന് ഐശ്വര്യ അവിടുന്ന് ദേഷ്യത്തോടെ മുറിയിലേക്ക് പോവുകയാണ്. അതേസമയം അഖില് ശ്യാമയുടെയും വസുന്ധരയുടെയും അടുത്തേക്ക് വരികയാണ്. ഡോക്ടർ പറഞ്ഞു, കൂടുതൽ സ്ട്രെസ് ഒന്നും കൊടുക്കാതെ നോക്കിയാൽ മതിയെന്നും, കുഴപ്പമില്ല, പോയി പാടിക്കൊള്ളാനുമാ പറഞ്ഞത്. തുടർന്ന് മുറിയിലേക്ക് വന്ന ഐശ്വര്യ പറയുകയാണ്, മോനും മോളും അമ്മയും ഒക്കെ ഇപ്പോ ഒറ്റക്കെട്ടായി. ഈ കുടുംബത്തിനെ എങ്ങനെയെങ്കിലും പിരിക്കണം. അതിനിപ്പോ എന്താ ഒരു വഴി? അത്രയും പറഞ്ഞുകൊണ്ട് ഐശ്വര്യ മായയെ വിളിപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ മായയെ കാണാനായി ചെല്ലുന്നതാണ്. എന്റെ ഐശ്വര്യയെ, ആ സിദ്ധൻ തന്ന പൊടി പ്രത്യേക ശ്രദ്ധയോടെ വേണം എല്ലാം ചെയ്യാനെന്നും ഞാൻ പറഞ്ഞതല്ലേ. ഇനി മായയും കൂടെ ഉള്ളൂ എന്നെ കുറ്റപ്പെടുത്താൻ. എല്ലാം കേട്ട് ഞാൻ ആകെ മടുത്തിരിക്കുകയാണ്. ഇതിന്റെ പേരില് വസുന്ധരാമയും എന്നെ വെറുത്തു. ശരിക്കും അവിടെ എന്താ സംഭവിച്ചതെന്ന് മായ ചോദിക്കുമ്പോ ഐശ്വര്യ പറയുകയാണ്, വസുന്ധരാമയും ശ്യാമയും തമ്മില് പിരിയാൻ വേണ്ടി ഞാൻ ചെയ്ത ബുദ്ധി ഇപ്പൊ തിരിച്ച് എനിക്കിട്ടാ വന്ന് കൊണ്ടത്. തുടർന്ന് നടന്ന കാര്യങ്ങളെല്ലാം മായയോട് പറയുകയാണ് ഐശ്വര്യ. അല്ലെങ്കിൽ തന്നെ അരുണിനിപ്പോ എന്നെ കണ്ണെടുത്താൽ കണ്ടൂടാ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ അശ്വതിയുടെ കാര്യം? എല്ലാം കേട്ടതിന് ശേഷം മായ പറയുകയാണ്, ശ്യാമയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അവൾക്കിട്ട് നമുക്ക് ഒരു 8ന്റെ പണി തന്നെ കൊടുക്കാം. ഇപ്പൊ നമ്മൾ നോക്കേണ്ടത് അശ്വതിയുടെ കാര്യമാണ്. അവളെ നമ്മൾ എന്ത് ചെയ്യാനാ? അരുൺ ഏതു നേരവും അവളെ വിളിച്ച് കൊഞ്ചലൊക്കെയാണ്. എല്ലാം കണ്ടും കേട്ടും ഞാൻ മടുത്തു. ഇതൊക്കെ കേൾക്കുന്ന മായ പറയുകയാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഐശ്വര്യയ്ക്ക് ഉടനെ തന്നെ മറ്റൊരു വാർത്ത കേൾക്കാം. അശ്വതി അരുണിന്റെ കുഞ്ഞിനെ ഗർഭമായിരിക്കുന്നെന്ന്. സത്യത്തില് ഇനി അത് തന്നെയാ സംഭവിക്കാൻ പോകുന്നത്. ഐശ്വര്യ ഇനി എന്തൊക്കെ ചെയ്താലും അരുണിനെ തിരിച്ചു കിട്ടാനേ പോകുന്നില്ല. നിന്നെ ഇപ്പോ കാണുന്നത് തന്നെ അരുണിന് വെറുപ്പാണെന്ന് മായ പറയുമ്പോ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ഐശ്വര്യ. ഉടനെ ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. അരുൺ നിന്റേതായി മാറണം. ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ്, ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ തന്നെയാ മായ പറയുന്നത്. അരുൺ എന്റേത് മാത്രമാകാൻ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എന്റെ ഐശ്വര്യയെ, നീ ഇനിയും എന്തിനാ മടിച്ചു നിൽക്കുന്നത്? നീ ആരെ കാത്താ നിൽക്കുന്നത്? അരുൺ അശ്വതിയെ കാണാൻ പോകുന്ന സമയത്തെ നീയും അരുണിന്റെ പിന്നാലെ അവളുടെ വീട്ടിലേക്ക് കയറി ചെല്ലണം. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. അരുണിനെ അശ്വതിയുടെ ബെഡ്റൂമിൽ നിന്ന് തന്നെ ഐശ്വര്യയ്ക്ക് പിടികൂടുകയും ചെയ്യാം. മാക്സിമം അവളെ നാണം കെടുത്തണം. അശ്വതി ആ നിമിഷം തന്നെ നാടുവിട്ട് പോവുകയും വേണം. അതിനു വേണ്ടത് എത്രയും പെട്ടെന്ന് ഐശ്വര്യ ചെയ്യണം. ഏറ്റു, അത് ഞാൻ ഏറ്റു. എന്താണെങ്കിലും ഇന്ന് അശ്വതിയുടെ അവസാനമായിരിക്കും. ഇത് കേൾക്കുന്ന മായയ്ക്ക് സന്തോഷമാവുകയാണ്. ഐശ്വര്യ തന്റെ വലയിൽ വീണ സന്തോഷം. പിന്നീട് കാണിക്കുന്നത് റെക്കോർഡിംഗ് സ്റ്റുഡിയോയാണ്. അങ്ങനെ ശ്യാമയുടെ പാട്ടിന്റെ റെക്കോർഡിംഗ് കഴിയുന്നു. നിറഞ്ഞ കയ്യടിയോടെ എല്ലാവരും ശ്യാമയെ അഭിനന്ദിക്കുകയാണ്. തുടർന്ന് മ്യൂസിക് ഡയറക്ടർ പറയുകയാണ്, ആദ്യത്തെ പാട്ട് ഗംഭീരമായിട്ടുണ്ട്. ശ്യാമ കുറച്ച് റെസ്റ്റ് എടുത്തോളൂ, ഇനി 2 പാട്ടുകൾ കൂടി പാടാനുണ്ട്. തുടർന്ന് അഖിലിനെ നോക്കി ഡയറക്ടർ പറയുകയാണ്, ശ്യാമയെ കൊണ്ട് തന്നെ ഈ പാട്ട് ഞാൻ പാടിപ്പിക്കണമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ഇത് കേൾക്കുന്ന പ്രൊഡ്യൂസർ പറയുകയാണ്, എന്താണെങ്കിലും ശ്യാമയുടെ പാട്ട് നമ്മുടെ സിനിമയ്ക്ക് ഒരു അസറ്റ് തന്നെ ആയിരിക്കും. ഇത് കേൾക്കുന്ന അഖിലിനും ശ്യാമയ്ക്കും സന്തോഷമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ്. അശ്വതിയുടെ ഫോൺ എടുത്തിട്ട് ശ്രീകുട്ടി പറയുകയാണ്, അരുണങ്കിളിനെ കണ്ടിട്ട് കുറെ നാളായല്ലോ, ഒന്ന് വിളിച്ചു നോക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടി അരുണിനെ വിളിക്കുകയാണ്. അങ്കിള് എന്നെ കാണാൻ വന്നിട്ട് എത്ര നാളായി? അങ്കിള് ഇപ്പൊ തന്നെ വീട്ടിലേക്ക് വരണം. അങ്കിള് എന്നോടും അമ്മയോടും പിണക്കമാണോ എന്നൊക്കെ ശ്രീകുട്ടി ചോദിക്കുമ്പോ, മോളെ കാണാത്തതിൽ എനിക്കും വിഷമമുണ്ടെന്നും ഇപ്പൊ കാണാൻ വരാൻ പറ്റില്ലെന്നും അരുൺ പറയുന്നു. അതേസമയം അശ്വതി അങ്ങോട്ടേക്ക് വരികയാണ്. അങ്കിള് വന്നില്ലെങ്കിൽ ശ്രീകുട്ടി ഇന്ന് ഒന്നും കഴിക്കില്ല, അത് ഞാൻ പറയുന്ന വാക്കാണ്. അയ്യോ മോളെ, വാശി പിടിക്കല്ലേ, എന്നാൽ അങ്കിള് വരാമെന്ന് അരുൺ പറയുന്നു. അതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ട് പുറത്തു നിൽക്കുകയാണ് ഐശ്വര്യ. ഇപ്പൊ തന്നെ അങ്കിള് വരാം. മോള് അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറയുമ്പോ ശ്രീകുട്ടി പറയുകയാണ്, വന്നിട്ട് നേരിട്ട് സംസാരിച്ചാ മതി, അങ്കിളിപ്പോ പെട്ടെന്ന് വരാൻ നോക്ക്. അതേസമയം ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ. തുടർന്ന് അരുൺ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഐശ്വര്യ പറയുകയാണ്, പോകുന്ന പോക്ക് കണ്ടില്ലേ, എത്ര സന്തോഷമായിട്ടാ രഹസ്യ ഭാര്യയെ കാണാൻ പോകുന്നത്. ഇതെന്താണെങ്കിലും അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ മുറിയിലേക്ക് ചെല്ലുകയാണ്. അതിനുശേഷം ഐശ്വര്യ മായയെ വിളിച്ചു പറയുകയാണ്, മായ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അരുൺ ദാ ഇപ്പോ ആ അശ്വതിയുടെ വീട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി എന്തിനാ നീ മടിച്ചു നിൽക്കുന്നത്? നീയും പെട്ടെന്ന് അശ്വതിയുടെ വീട്ടിലേക്ക് ചെല്ല്. ഐശ്വര്യ, അരുണിന്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കാൻ കിട്ടിയ ഒരു അവസരമായത്. ഇനി ഇങ്ങനെയൊന്ന് കിട്ടിയെന്ന് വരില്ല. ബെഡ്റൂമിൽ വെച്ച് തന്നെ നീ രണ്ടിനെയും പൊക്കണം. എന്നിട്ട്
നിന്റെ ചൊൽപ്പടിക്ക് അരുണിനെ നിർത്തുകയും വേണം. അയൽക്കാരുടെ മുമ്പിൽ വെച്ചെല്ലാം അശ്വതിയെ നാണം കെടുത്തുകയും നീ ചെയ്യണം. ശരി, ഞാൻ പോവുകയാണ്. ഇന്ന് അശ്വതിയെ ഞാൻ പൊളിച്ചടുക്കിയിട്ടേ വരൂ എന്നൊക്കെ ഐശ്വര്യ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമ. ഇന്ന് ഒരു കാര്യം തീരുമാനിക്കാൻ പോവുകയാണ്. ഒന്നെങ്കിൽ അവള് അല്ലെങ്കിൽ ഞാൻ. അശ്വതിയെ ശരിയാക്കിയിട്ട് ഞാൻ മായയെ വിളിക്കാം നമ്മുടെ വിജയം ആഘോഷിക്കാനായിട്ട്. ഇതൊക്കെ കേൾക്കുന്ന ശ്യാമ ഞെട്ടലോടെ നിൽക്കുമ്പോൾ സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്യുകയാണ് മായ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.